നമസ്കാരം. തിരുവനന്തപുരത്തെ ഇലക്ട്രിക് സിറ്റി ബസ് സർവീസിലെ വിവാദം മുറുകുന്നതിനിടെ തുടർ നടപടികളുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് കെ.എസ്.ആർ.ടി.സിയിൽ നിന്നും മന്ത്രി റിപ്പോർട്ട് തേടി. ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കിയത്. ഗണേഷ് കുമാറിനെതിരെ വി.കെ. പ്രശാന്ത് എം.എൽ.എ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് സി.പി.എം സംസ്ഥാന സെക്രട്ടേറിയറ്റും നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ് സർവീസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഇലക്ട്രിക് ബസ് സർവീസ് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ഗതാഗത മന്ത്രി തേടി. കെ.എസ്.ആർ.ടി.സി എം.ഡിയോടാണ് റിപ്പോർട്ട് തേടിയത്. ഓരോ ബസിനും ലഭിക്കുന്ന വരുമാനം, റൂട്ടിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകാനാണ് നിർദ്ദേശം. നിലവിലെ ഇലക്ട്രിക് ബസ് സർവീസുകളുടെ റൂട്ട് ഉൾപ്പെടെ പരിഷ്കരിക്കുമോ, സർവീസ് വെട്ടിക്കുറയ്ക്കുമോ എന്നുള്ള ആശങ്കയിലാണ് യാത്രക്കാർ.